ഈ രജനീകാന്ത് എന്ന് പറയുന്നത് ഫാമിലി സിനിമകളും ചെയ്യും, ആക്ഷൻ പടങ്ങളും ചെയ്യും. അത് പടം കണ്ടതിന് ശേഷം പ്രേക്ഷകർ തീരുമാനിക്കും അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ആദ്യ ദിവസം PROമാരെ കൊണ്ട് പരമാവധി സ്ക്രീനുകൾ ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പ്രീ ബുക്കിംഗ് റെക്കോർഡ് എന്നും പറഞ്ഞ് കുറെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് പ്രസിദ്ധീകരിക്കാൻ ഈ വാർ 2 എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരേ ഒരു കുഴപ്പം എന്ന് പറയാവുന്നത് ഫൈറ്റ് സീനുകളൊക്കെ നന്നായി എന്ന് പ്രേക്ഷകർ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഫൈറ്റ് അവസാനിപ്പിക്കാതെ അമാനുഷികത കയറ്റിവിട്ട് നിരാശപ്പെടുത്തും. ഹായ്, അപ്പോൾ ഇന്ന് താരയുദ്ധം ആരംഭിച്ചിട്ട് 2 ദിവസങ്ങൾ പിന്നിട്ടു. ഇന്ന് 3-ാം ദിവസമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാം, കാരണം സ്പോയിലർ എന്ന് പറയാൻ ഇനി സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് കഥ പറയാനൊന്നുമല്ല കേട്ടോ ഉദ്ദേശം. കൂലി, വാർ 2 ഇവ തമ്മിലുള്ള മത്സരത്തിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അതായത് ആദ്യ ദിവസം PROമാരെ കൊണ്ട് പരമാവധി സ്ക്രീനുകൾ ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പ്രീ ബുക്കിംഗ് റെക്കോർഡ് എന്നും പറഞ്ഞ് കുറെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ചാൽ അതിന് പരമാവധി 2 ദിവസം ആയുസ്സുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സത്യം മറനീക്കി പുറത്തേക്ക് വരും എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളുടെ മലയാളികളുടെ DQ അഥവാ ദുൽഖർ സൽമാൻ സിനിമയായിട്ടുള്ള കിങ് ഓഫ് കൊത്തയ്ക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ഇനി ഈ 2 പടങ്ങൾ, അതായത് കൂലിയും വാർ 2-ഉം അതിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ ചിത്രം അറിയണം എന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിൽ ഒന്ന് കണ്ണോടിച്ചാൽ മതി. അതായത് ഇന്ന് രാവിലത്തെ അവസ്ഥ എന്ന് പറയാവുന്നത് 24 മണിക്കൂറിനുള്ളിൽ എല്ലാ ഭാഷകളിലുമായിട്ട് ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണം കൂലി 6.25 ലക്ഷം, വാർ 2 7.5 ലക്ഷം. അതായത് അവസാന 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2-ാം ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് 15 പെടും, അതായത് അവധി. ഇനി അതിലെ തന്നെ പ്രേക്ഷകരുടെ റേറ്റിംഗ് ഒന്ന് നോക്കുക. കൂലിയുടേത് 7.6, അതേസമയം വാർ 2-വിൻ്റേത് 8.3. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യ ദിവസം കാണുന്നത് അതായത് നടന്മാരുടെയോ സംവിധായകരുടെയോ ഫാൻസ് ആയിരിക്കും. ആ കട്ട ഫാൻസ് നൽകിയിരിക്കുന്ന റിവ്യൂ ആണെന്ന് ഓർക്കണം ഈ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്ന് നോക്കിയാലോ. കൂലിയുടേത് ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ 65 കോടി, 2-ാം ദിവസം 53 കോടി. ഇനി വാർ 2 ആദ്യ ദിനം 52 കോടി, 2-ാം ദിവസം 56 കോടി. അതായത് 2 പടങ്ങളുടെയും മൊത്തം കണക്ക് കൂട്ടുമ്പോൾ കൂലിയേക്കാൾ വെറും 10 കോടിക്ക് പിറകിലാണ് വാർ 2 എന്ന് സാരം. അപ്പോൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് വാർ 2 കളക്ഷനിൽ കൂലിയെ കടത്തി വെട്ടും എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് അവസ്ഥ. ഇനി കേരളത്തിലാണെങ്കിൽ ഞാൻ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഋതിക് റോഷനെ കാണാൻ വേണ്ടി മാത്രം ചെറുപ്പക്കാർ തിയേറ്ററിലേക്ക് കയറുന്നുണ്ട്. ഋതിക് റോഷൻ ആണെങ്കിൽ പടത്തിൽ കാണാനുണ്ട് താനും. പടത്തിനുള്ള ഒരേ ഒരു കുഴപ്പം എന്ന് പറയാവുന്നത് ഫൈറ്റ് സീനുകളിലൊക്കെ നന്നായി എന്ന് പ്രേക്ഷകർ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഫൈറ്റ് അവസാനിപ്പിക്കാതെ അമാനുഷികത കയറ്റിവിട്ട് നിരാശപ്പെടുത്തുന്നത്. അതായത് പൊതുജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു ചേസിംഗ് ഉണ്ട്. അതിൽ മിനി കൂപ്പർ ഹമ്മറിനെ ഇടിച്ചു തോപ്പിക്കുന്ന ഒരു സീൻ അത് സഹിക്കാം. പക്ഷേ എല്ലാം ആസ്വദിച്ചിരിക്കുമ്പോൾ അവസാനം അതൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് ചാടിച്ച് അതിന് മുകളിലൂടെ ഓടിക്കുക, എന്നിട്ട് ട്രെയിനിന് മുന്നിൽ ചെന്ന് വീണിട്ട് ട്രെയിൻ തകർന്നു പോവുക. ഇത് കണ്ടപ്പോൾ സീരിയസ് ആയിരുന്ന മലയാളികളൊക്കെ സത്യത്തിൽ ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു വിമാനത്തിൽ നിന്ന് അടുത്ത വിമാനത്തിലേക്ക് ചാടുക, ഇതൊക്കെ സത്യത്തിൽ മലയാളികളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ ഗ്രാഫിക്സ്, അത് ഗ്രാഫിക്സ് ആണെന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വീഡിയോ ഗെയിം കാണുന്ന പ്രതീതി ഉണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 100% പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. പക്ഷേ ഇതൊക്കെ ഹിന്ദിക്കാർക്കും തെലുങ്കന്മാർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. അതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. കൂലിയാണെങ്കിൽ കേരളത്തിൽ ഇന്നലത്തെ അവസ്ഥ വെറും 60% ഒക്യുപ്പൻസി എന്നുള്ളതാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ 80-85%. ഇന്ത്യ മൊത്തം നോക്കുമ്പോൾ വെറും 53%, അതായത് പകുതി സീറ്റുകൾ വെച്ചിട്ടാണ് കൂലി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വാർ 2 കൺസിസ്റ്റൻസി നിലനിർത്തുന്നുണ്ട്. ഇനി കൂലിക്ക് എന്താ സംഭവിച്ചത് എന്ന് കൂടി പറയാം. രജനീകാന്ത് അല്ല പ്രതീക്ഷ തെറ്റിച്ചത്, സത്യത്തിൽ ലോകേഷാണ്. രജനി ഫാമിലി സിനിമകളും ആക്ഷൻ പടങ്ങളും ചെയ്യും. അത് പടം കണ്ടതിന് ശേഷം പ്രേക്ഷകർ തീരുമാനിക്കും അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ലോകേഷിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് സൂപ്പർ ആക്ഷൻ മാത്രമാണ്. അത് ഏതായാലും കൂലിയിലില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കല്ലേട്ടോ. അപ്പോൾ ശരി.